ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ തിരിച്ചറിയുക. ഏതൊരു സഭയുടെ അടിസ്ഥാനം കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തെ ദൈവകൃപ ലഭിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ദൈവത്തിന്റെ ജ്ഞാനം ലഭിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദേശത്ത് വന്ന് പ്രവർത്തിച്ച് സുവിശേഷം പറഞ്ഞ് വില കൊടുത്ത് പട്ടിണി കിടന്ന് മർദ്ദനമേറ്റ് ആമേൻ ഒറ്റപ്പെടലേറ്റ് അവർ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അവിടെ കൂടി വരുന്ന ജനം ചെയ്യേണ്ടത് അതിന്റെ മേലൊരു അടിസ്ഥാനം ഇടുക എന്നതല്ല, ആ ഇട്ടിരിക്കുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനത്തെ എന്ത് വില കൊടുത്തും ദേശത്ത് പണിത് ഉയർത്തുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും കടമ. എന്നാൽ ഇന്ന് നടക്കുന്ന നേരെ വിപരീതമാണ്. സഭയിൽ കടന്നു വന്നാൽ അല്ലെങ്കിൽ സഭ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും അടിസ്ഥാനത്തിന് മുകളിൽ അടിസ്ഥാനമിടുവാൻ ആമേൻ വ്യക്തികളുടെ പേരിലും സംഘടനകളുടെ പേരിലും പണത്തിന്റെ വലിപ്പത്തിലും സ്വാധീനത്തിലും കഴിവിലും വിദ്യാഭ്യാസത്തിലും തുടങ്ങിയ വിഭാഗ്യതകൾ ഉണ്ടാക്കി അവരവരുടെ പേരുകളിൽ പണിയപ്പെടുവാൻ ആവലോടെ വളരെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ കാലഘട്ടം. ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാനുണ്ട്. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ തിരിച്ചറിയുക. ഏതൊരു സഭയുടെ അടിസ്ഥാനം കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തെ ദൈവകൃപ ലഭിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാർ, ദൈവത്തിന്റെ ജ്ഞാനം ലഭിച്ച ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദേശത്ത് വന്ന് പ്രവർത്തിച്ച് സുവിശേഷം പറഞ്ഞ് വില കൊടുത്ത് പട്ടിണി കിടന്ന് മർദ്ദനമേറ്റ് ആമേൻ ഒറ്റപ്പെടലേറ്റ് അവർ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ അവിടെ കൂടി വരുന്ന ജനം ചെയ്യേണ്ടത് അതിന്റെ മേലൊരു അടിസ്ഥാനം ഇടുക എന്നതല്ല, ആ ഇട്ടിരിക്കുന്ന ക്രിസ്തു എന്ന അടിസ്ഥാനത്തെ എന്ത് വില കൊടുത്തും ദേശത്ത് പണിത് ഉയർത്തുക എന്നതാണ് ഓരോ വിശ്വാസിയുടെയും കടമ. എന്നാൽ ഇന്ന് നടക്കുന്ന നേരെ വിപരീതമാണ്. സഭയിൽ കടന്നു വന്നാൽ അല്ലെങ്കിൽ സഭ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും അടിസ്ഥാനത്തിന് മുകളിൽ അടിസ്ഥാനമിടുവാൻ ആമേൻ വ്യക്തികളുടെ പേരിലും സംഘടനകളുടെ പേരിലും പണത്തിന്റെ വലിപ്പത്തിലും സ്വാധീനത്തിലും കഴിവിലും വിദ്യാഭ്യാസത്തിലും തുടങ്ങിയ വിഭാഗ്യതകൾ ഉണ്ടാക്കി അവരവരുടെ പേരുകളിൽ പണിയപ്പെടുവാൻ ആവലോടെ വളരെ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ കാലഘട്ടം. ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാനുണ്ട്.